ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം 23 സങ്കീർത്തനത്തിൻ്റെ 4 വാക്യം. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. ലൂയി ആൽബർട്ട് ബാങ്ക്സ് തൻ്റെ പുസ്തകത്തിൽ ഒരു സ്വന്തം അനുഭവം ഇപ്രകാരം വിവരിക്കുന്നു. 80 വർഷത്തിൽ കൂടുതൽ ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന വിശുദ്ധനായ ഒരു മനുഷ്യൻ്റെ കാര്യം ഞാൻ ഓർക്കുന്നു. 70 വർഷത്തോളം ദൈവം അദ്ദേഹത്തെ പച്ചയായ പുൽപ്പുറങ്ങളിൽ കൂടെ നടത്തി. ഒടുവിൽ അദ്ദേഹത്തിന് മരണനിഴലിൻ താഴ്വരയിൽ കൂടെ കടന്നു പോകുവാനായുള്ള സമയമായി. ഏകദേശം അതിൻ്റെ വക്കിൽ അദ്ദേഹം എത്തിയപ്പോൾ 23 സങ്കീർത്തനം വായിക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ കിടക്കക്കരികിൽ മുട്ടുകുത്തി കുനിഞ്ഞ് എൻ്റെ അധരങ്ങൾ അദ്ദേഹത്തിൻ്റെ ചെവിയോടടുപ്പിച്ച് സാവകാശത്തിൽ വായിപ്പാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ വലതുകരം എൻ്റെ കൈകൊണ്ട് ഞാൻ പിടിച്ചിരുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ എന്ന വാക്യം ഞാൻ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം കടന്നു പോവുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ആ മരണതാഴ്വരയിൽ നിന്ന് എന്തെങ്കിലും ഒരു സന്ദേശം ലഭിക്കുന്നതിനുള്ള വലിയ ആഗ്രഹം എന്നിലുണ്ടായി. സഹോദര, അത് ശരി തന്നെയോ എന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ വിളിച്ചു ചോദിച്ചു. തന്നിൽ അവസാനമായി ശേഷിച്ചിരുന്ന ശക്തി മുഴുവൻ സംഭരിച്ച് അദ്ദേഹം എൻ്റെ കയ്യിൽ പിടിച്ചമർത്തി. അവർണ്യമായ സമാധാനത്തിൻ്റെ പുഞ്ചിരി ആ മുഖത്ത് പ്രകാശിച്ചു. അതെ, അത് ശരി തന്നെ, അദ്ദേഹം മന്ത്രിച്ചു. അടുത്ത നിമിഷത്തിൽ അദ്ദേഹം കടന്നു പോവുകയും ചെയ്തു. തൻ്റെ മരണനാഴികയിൽ ഈ മനുഷ്യന് ദാവീദിനോട് ചേർന്ന് മരണനിഴലിൻ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ എന്ന് പറയാൻ കഴിഞ്ഞിരുന്നു. പ്രിയമുള്ളവരെ, ഒരിക്കലും വിട്ടുമാറാത്ത ദൈവസാന്നിധ്യത്തെക്കുറിച്ചുള്ള ഉറപ്പ് നിങ്ങൾക്കും ലഭിക്കുവാൻ സാധ്യമാണ്. സ്നേഹിതന്മാർ ഉപേക്ഷിച്ചെന്ന് വരാം, സ്വന്തം കുടുംബാംഗങ്ങളും നിങ്ങളെ മറന്നുപോയേക്കാം, ലോകം നിങ്ങളെ അവഗണിച്ചേക്കാം. എന്നാൽ നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ ആ പാട്ടുകാരനോട് ചേർന്ന് നമുക്കും പാടാം. പോയി ഭയമെല്ലാം തൻ കൈവിടാ സന്ദേഹം ഇല്ലതിനൊട്ടും. യഹോവ മോശയോട് പറഞ്ഞ വാക്കുകൾ എല്ലായ്പ്പോഴും നാം ഓർക്കണം. നിൻ്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെയുള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കാം. ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമില്ല. അതുകൊണ്ട് ഇഹലോകത്തിൽ എല്ലാവരും നിങ്ങളെ ഉപേക്ഷിച്ചെന്ന് തോന്നുമ്പോഴും മരണതാഴ്വരയെ സമീപിക്കുമ്പോഴും നിങ്ങളൊരിക്കലും തനിയെ വിടപ്പെടുകയില്ല എന്ന് ഓർത്തുകൊള്ളുക. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, പ്രഭാതത്തിൽ നൽകിയ നല്ല വചനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കൂരിൽ താഴ്വരയിലും മരണനിഴലിലും അവിടുന്ന് ഞങ്ങളുടെ കൂടെയുള്ള ദൈവമാണല്ലോ. അതുകൊണ്ട് ഒന്നിനെയും ഞങ്ങൾ ഭയപ്പെടേണ്ട എന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിനായി സ്തോത്രം. കർത്താവേ, ഉറപ്പോടും ധൈര്യത്തോടും കൂടെ ഞങ്ങളെല്ലായ്പ്പോഴും ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ.